Good morning, ma'am. Good morning. Good morning, ma'am. 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 ഓക്കെ, നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തു നിർത്തിയത് എത്ര വരെയായിരുന്നു? ആ ബോക്സ് വരെയായിരുന്നു അല്ലെ പറഞ്ഞു നിർത്തിയത്. നമ്മൾ ആ ബോക്സ് ആയിരുന്നു ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് വേസ്റ്റുകളെ നമ്മൾ സെപ്പറേറ്റ് ബാഗുകളിലാക്കിയിട്ട് നമ്മൾ ഇത് ചെയ്യുന്നുണ്ട്, സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇത്ര വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. പല പല പ്ലാസ്റ്റിക് ബാഗുകളിലാക്കിയിട്ട് അല്ലെ. ഒരു 10 കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് വേസ്റ്റുകളെ. ഏതൊക്കെയായിരുന്നു ഓർക്കുന്നുണ്ടോ? ഹ്യൂമൻ അനാറ്റോമിക്കൽ വേസ്റ്റ് ഉണ്ടായിരുന്നു, അനിമൽ വേസ്റ്റ്, മൈക്രോബയോളജി ആൻഡ് ബയോടെക്നോളജി വേസ്റ്റ് ഷാർട്സ്, ഡിസ്കാർഡഡ് മിക്സിംഗ് ആൻഡ് സൈറ്റോടോക്സിക് ഡ്രഗ്സ്, സോയിൽഡ് വേസ്റ്റ് ഉണ്ടായിരുന്നു, സോളിഡ് വേസ്റ്റ് ഉണ്ടായിരുന്നു, ലിക്വിഡ് വേസ്റ്റ്, ഇൻസിനറേഷൻ ആഷ് ഉണ്ടായിരുന്നു. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? കെമിക്കൽ വേസ്റ്റ്. ഇത്തരത്തിലുള്ള വേസ്റ്റുകളെ നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഡിഫറെന്റ് ബാഗുകളിലാക്കിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്, സെപ്പറേറ്റ് ചെയ്യുന്നത്. അതിന്റെ മെത്തേഡ്സുകൾ അല്ലെ, ഡിസ്പോസൽ ചെയ്യുന്ന മെത്തേഡ്സുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇനി നെക്സ്റ്റ് നോക്കാം, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് സ്റ്റോറേജ്. സുഖാണല്ലോ? ഓക്കെ, അപ്പോ നമ്മള് ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായിരുന്നു നോക്കുന്നുണ്ടോ? എന്താണ്? ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിന്റെ പ്രോസസ് ആണ്. അപ്പൊ 2 പ്രോസസ്സാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് കേട്ടോ. വേസ്റ്റ് കളക്ഷനും ഉണ്ട്, സെഗ്രിഗേഷനും ഉണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ആണ്, നെക്സ്റ്റ് പ്രോസസ്സിനെയാണ് നമ്മൾ പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് സ്റ്റോറേജ്. ഒന്ന് വായിച്ചു നോക്കി, നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും. വായിച്ചു നോക്കിയത്. അയച്ചു കഴിഞ്ഞോ? എന്താ അവിടെ പറയുന്നത്? ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് സ്റ്റോറേജില് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റോ? ഓക്കെ, അത് മ്യൂട്ട് ആക്കിയിട്ടുണ്ട്. ഇത് പറഞ്ഞു നോക്കിയേ. Good morning, ma'am. പറഞ്ഞോ. Okay. Unprocessed ആയിട്ടുള്ള ബയോമെഡിക്കൽ നമ്മള് ട്രിപ്പിലോ അല്ലെങ്കിൽ അതനുസരിച്ച് അറേഞ്ച് ചെയ്തിട്ടുള്ള വെഹിക്കിൾസിലായിരിക്കണം കൊണ്ടുപോകേണ്ടത്. അത് ഫുൾ കവേർഡ് ആയിരിക്കണം കൊണ്ടുപോകുന്നത്. പിന്നെ അത് കൂടാതെ
നമ്മൾ ആ വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ കണ്ടെയ്നേഴ്സ് അത് ട്രാൻസ്പോർട്ടേഷന് കൊണ്ടുപോകുന്ന നല്ലോണം കെട്ടി അത് സുരക്ഷിതമാക്കിയിട്ടുണ്ടായിരിക്കണം. പിന്നെ അത് കൂടാതെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ബാഗ്, അതായത് ബയോമെഡിക്കൽ വേസ്റ്റ് അടങ്ങിയിരിക്കുന്ന ബാഗ്, അത് ആ ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുന്ന നഴ്സിന്റെയോ ഡോക്ടറിന്റെയോ സയൻസോട് കൂടി, അത് കൂടാതെ ആ ബയോമെഡിക്കൽ വേസ്റ്റിന്റെ ക്വാണ്ടിറ്റി, അത് കൊണ്ടുപോകേണ്ട സ്ഥലം, ഡേറ്റ്, എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് കൂടെ ഉണ്ടായിരിക്കണം. പിന്നെ അത് കൂടാതെ സ്പെഷ്യലൈസ്ഡ് വെഹിക്കിൾസ് ആണ് ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത്. അതായത് കൃത്യമായി എൻക്ലോസ്ഡ് ചെയ്തിട്ടുള്ള, ക്ലോസ് ആയിട്ടുള്ള, സുരക്ഷിതത്വമുള്ള ഒരു വെഹിക്കിൾ വേണം കൊണ്ടുപോകാൻ. പിന്നെ അത് കൂടാതെ അതിന്റെ ഇന്റീരിയറും അതായത് അകവശവും വാഷ് ചെയ്യാൻ പറ്റുന്ന തരത്തിലായിരിക്കണം. ആരെങ്കിലും പറയോ? കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആർക്കെങ്കിലും എന്തു പറഞ്ഞു നോക്കിയേ. പറയട്ടെ മിസ്. അതായത് അൺപ്രൊസസ്ഡ് ആയിട്ടുള്ള ബയോമെഡിക്കൽ വേസ്റ്റ് ഒക്കെ ക്യാരി ചെയ്യുന്നത് അറേഞ്ച്ഡ് ആയിട്ടുള്ള വെഹിക്കിൾസിലായിരിക്കും. അതായത് ട്രോളീസ്, അതുപോലെ തന്നെ കവേർഡ് ആയിട്ടുള്ള വീൽ ബാരോസ്, അങ്ങനെയുള്ള വെഹിക്കിൾസിലായിരിക്കും അത് ക്യാരി ചെയ്യുന്നത്. പിന്നെ ഈ വേസ്റ്റ് വെക്കുന്നത് ബാഗ്സ് അല്ലെങ്കിൽ കണ്ടെയ്നറിൽ നന്നായിട്ട് ഹോൾഡ് ചെയ്തായിരിക്കും ഇത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് മുൻപ് വെക്കുന്നത്. പിന്നെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ ഈ ബയോമെഡിക്കൽ വേസ്റ്റ് ഒക്കെ അതായത് അവിടെ ആ ഡ്യൂട്ടിയിൽ ഉണ്ടായിരിക്കുന്ന നഴ്സോ അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെയോ സൈൻ, അതായത് അതിന്റെ ഡേറ്റും ഷിഫ്റ്റ്, ക്വാണ്ടിറ്റി, ഡെസ്റ്റിനേഷൻ, ഇതൊക്കെ അടങ്ങിയിട്ട് എല്ലാം എഴുതിയിട്ട് ആ ഒരു സൈനോട് കൂടിയിട്ടായിരിക്കും ഇത് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യേണ്ടത്. പിന്നെ ഇതിന് യൂസ് ചെയ്യുന്ന സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള വെഹിക്കിൾസ് ആയിരിക്കും, എൻക്ലോസ്ഡ് ആയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് വെഹിക്കിൾസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. പിന്നെ ആ വെഹിക്കിൾസിൽ ഈ കണ്ടെയ്നേഴ്സിന്റെ ഒക്കെ ഉൾവശം നന്നായിട്ട് വാഷ് ചെയ്യത്തക്ക രീതിയിൽ ഉള്ള ഫെസിലിറ്റീസും ഉണ്ടായിരിക്കണം. ക്ലിയർ ആയോ? അല്ലെ? ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് സ്റ്റോറേജ് പറയുന്നത് എന്താണ്? ഈ ഇങ്ങനെയുള്ള ബയോമെഡിക്കൽ വേസ്റ്റുകൾ, അല്ലെ, ബയോമെഡിക്കൽ വേസ്റ്റുകൾ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് സ്പെഷ്യലി അറേഞ്ച്ഡ് ആയിട്ടുള്ള വെഹിക്കിൾസ് വേണം. ഏതൊക്കെയാണ്? ട്രോളി, അതുപോലെ തന്നെ വീൽ ബാരോസ് എന്ന് പറഞ്ഞാൽ ഇത് വണ്ടികളായിരിക്കും. രണ്ടിലും ട്രോളീസ് ആവാം, അല്ലെങ്കിൽ വീൽ ബാരോസിലാവാം. ഇങ്ങനെ പ്രോപ്പർ ആയിട്ട് നമ്മൾ ഇത് ചെയ്യണം ബയോമെഡിക്കൽ വേസ്റ്റ് കൊണ്ടുപോകാനായിട്ട്. അതുപോലെ തന്നെ പറയുന്നത് എന്താണ്? ബാഗ് ഓർ കണ്ടെയ്നർ ഹോൾഡിംഗ് ബയോമെഡിക്കൽ വേസ്റ്റ് ഹാവ് ടു ബി ടൈഡ്. ടൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രോപ്പർ ആയിട്ട് കെട്ടിയിരിക്കണം ട്രാൻസ്പോർട്ടേഷന് മുൻപ്. അല്ലെങ്കിൽ എന്താണ്, അത് മറ്റു സ്ഥലങ്ങളിലൊക്കെ വീഴാൻ സാധ്യതയില്ല. അപ്പൊ പ്രോപ്പർ ആയിട്ട് കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് കൊണ്ടുപോകാനായിട്ട്, അല്ലെ, നല്ല സേഫ്റ്റിയോട് കൂടിയിട്ട് അത് കൊണ്ടുപോകാൻ പറ്റും. പിന്നെന്താ? ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ the bag containing biomedical waste, it has been accompanied by a document signed from the nurse or doctors that include date, shift, quantity and destination. ഇനി ഇത് പ്രോപ്പർ ആയിട്ട് നമ്മൾ കൊണ്ടുപോകുമ്പോൾ ഏതൊക്കെ ഡോക്യുമെന്റ്സ് അടങ്ങിയിട്ട് വേണം, അല്ലെങ്കിൽ ആ ഡോക്യുമെന്റ്സ് വെച്ചിട്ട് വേണം കൊണ്ടുപോകാനായിട്ട്. അതിലെന്താണ്? നേഴ്സോ ഡോക്ടറോ എന്ത് ചെയ്തിരിക്കണം? സൈൻ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഡേറ്റ്, ഷിഫ്റ്റ്, അതിന്റെ ക്വാണ്ടിറ്റി, ഡെസ്റ്റിനേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഡോക്യുമെന്റിൽ ഫില്ല് ചെയ്തിട്ട് വേണം കൊണ്ടുപോകാനായിട്ട്. ആ വേസ്റ്റിന്റെ കൂടെ ഈ ഡോക്യുമെന്റ് അറ്റാച്ച് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ സ്പെഷ്യലൈസ്ഡ് വെഹിക്കിൾ നീഡ് ടു ബി വെൽ എൻക്ലോസ്ഡ്. പ്രോപ്പർ ആയിട്ട് അത് ക്ലോസ് ചെയ്തിരിക്കണം, അല്ലെ, ആ വെഹിക്കിൾ. പിന്നെന്താ? ഇന്റീരിയർ ഓഫ് ദി കണ്ടെയ്നർ കംപ്ലീറ്റ്ലി. എന്താ പറയുന്നത്? അതിന്റെ ഉൾഭാഗം, ഇന്റീരിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉൾഭാഗം അത് പ്രോപ്പർ ആയിട്ട് വാഷ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ക്ലിയർ ആയില്ലേ? ഇനി എന്താ? പേഴ്സണൽ സേഫ്റ്റി ഡിവൈസസ്. നോക്കിയേ. The use of protective gears should be made compulsory for all staff who handle waste. ഫസ്റ്റ് വൺ എന്താണ്? ഗ്ലൗസ്. നോക്കിയാൽ അതിന്റെ പ്രത്യേകതകള്. വെച്ചോക്കാട്ടോ.
വായിച്ചോ? എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റോ? എക്സ്പ്ലെയിൻ ചെയ്തോളൂ. ഓക്കെ, എക്സ്പ്ലെയിൻ ചെയ്തോളൂ. Good morning, miss. ഗുഡ് മോർണിംഗ്, പറഞ്ഞോളൂ. ഗ്ലൗസ് ഹെവി ആയിട്ടുള്ള പിന്നെ ആയിരിക്കണം. ഡ്യൂട്ടിയിൽ യൂസ് ചെയ്യുന്ന പോലത്തെ റബ്ബർ ഗ്ലൗസ്, ഈ ഡ്യൂട്ടി റബ്ബർ ഗ്ലൗസ് ആയിരിക്കണം. ദിസ് ഷുഡ് ബി ബ്രൈറ്റ്, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള യെല്ലോയിഷ് കളർ ആയിട്ടുള്ളതായിരിക്കണം. വേസ്റ്റ് ഹാൻഡിൽ ചെയ്തതിന് ശേഷം ഗ്ലൗസ് 2 വട്ടം കഴുകണം. പിന്നെ ഓരോ യൂസിന് ശേഷവും സോപ്പും ഡിസിൻഫെക്റ്റന്റും ഉപയോഗിച്ച് ഗ്ലൗസ് നന്നായിട്ട് കഴുകിയിട്ടുണ്ടായിരിക്കണം. പിന്നെ ഈ ഗ്ലൗസിന്റെ സൈസ് എന്ന് പറയുന്നത് ഓപ്പറേറ്ററിന് കറക്റ്റ് ആയിട്ട് ഫിറ്റ് ആയിട്ടുള്ളതായിരിക്കും. നെക്സ്റ്റ് ആർക്ക് പറയാൻ പറ്റും? ഗ്ലൗസ് ആരെങ്കിലും? പറഞ്ഞോളൂ. അത് ഹെവി ഡ്യൂട്ടി ആയിട്ടല്ല, അതായത് ദീർഘകാലം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള റബ്ബർ ഗ്ലൗസ് ആണ് ഇവർ കൂടുതൽ ഉപയോഗിക്കുന്നത്. പിന്നെ അതിന്റെ കളർ എന്ന് പറയുന്നത് ബ്രൈറ്റ് ആയിട്ടുള്ള യെല്ലോ കളർ ആയിരിക്കും. ഹാൻഡ്ലിംഗ് വേസ്റ്റുമായിട്ട് സമ്പർക്കത്തിൽ വന്നിട്ട് ആ ഗ്ലൗസ് നമ്മൾ 2 തവണ വാഷ് ചെയ്യണം. പിന്നെ അതിന്റെ ഈ ഗ്ലൗസ് ഓരോ തവണ നമ്മൾ വേസ്റ്റ് ഡിസ്പോസ് ചെയ്തതിന് ശേഷവും സോപ്പും പിന്നെ ഡിസിൻഫെക്റ്റന്റ് ഉപയോഗിച്ച് ഗ്ലൗസ് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ ഈ ഉപയോഗിക്കുന്ന ഗ്ലൗസ് ഓപ്പറേറ്ററിന് കറക്റ്റ് ആപ്റ്റായിട്ടുള്ള സൈസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഗ്ലൗസിനെ കുറിച്ച് പറഞ്ഞല്ലേ. എന്താണ് ഹെവി ഡ്യൂട്ടി റബ്ബർ ഗ്ലൗസ്? എന്താണ് ആ റബ്ബറിന്റെ നല്ല രീതിയിലുള്ള റബ്ബറിന്റെ ക്വാളിറ്റി ഉള്ള ഗ്ലൗസ് ആയിരിക്കണം നമ്മൾ ധരിക്കേണ്ടത്. ഓക്കെ, ദിസ് ഷുഡ് ബി ബ്രൈറ്റ്ലി യെല്ലോയിഷ് കളർ, അല്ലെ? യെല്ലോ കളർ, ബ്രൈറ്റ് ആയിട്ടുള്ള യെല്ലോയിഷ് കളർ ആണ് നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? വേസ്റ്റ് എടുക്കുന്ന ആളുകളൊക്കെ അവര് ഗ്ലൗസ് ഇടുന്നതൊക്കെ ഇങ്ങനെയാണ്, യെല്ലോയിഷ് കളർ ആയിട്ടാണ് അല്ലെ? ഇനി ആഫ്റ്റർ ഹാൻഡിലിംഗ് ദ വേസ്റ്റുകൾ ഹാൻഡിൽ ചെയ്തതിനു ശേഷം എന്ത് ചെയ്യണം? 2 തവണ നമ്മൾ കൈ കഴുകേണ്ടതാണ്. ആ ഗ്ലൗസുകൾ വാഷ് ചെയ്യേണ്ടതാണ് 2 തവണ. പിന്നെന്താ? The gloves should be washed after each use with soap and disinfectant. Disinfectant എന്ന് പറഞ്ഞാൽ എന്താണ്? അണുനാശിനികൾ അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഡിസിൻഫെക്റ്റന്റും അതുപോലെ തന്നെ സോപ്പും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആ ഗ്ലൗസ് വേസ്റ്റുകൾ നമ്മൾ എടുത്ത ശേഷം ആ ഗ്ലൗസ് കറക്റ്റ് ആയിട്ട് നമ്മൾ കഴുകേണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെ അതിന്റെ സൈസ്, ആ ഗ്ലൗസിന്റെ സൈസ് എന്ന് പറഞ്ഞാല് ഓപ്പറേറ്റർക്ക് കറക്റ്റ് ഫിറ്റ് ആയിരിക്കണം. അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നത് കറക്റ്റ് ഫിറ്റ് ആയിരിക്കണമെന്ന്? ഫിറ്റായിരിക്കാം അങ്ങനെ പറയാനായിട്ടുള്ള കാരണം? ലൂസായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഊരിപ്പോണത് കാരണമാണോ? ഊരിപ്പോകുന്നത് കൊണ്ടാണോ? ഊരിപ്പോകും. അതുപോലെ തന്നെ എന്താണ്? അണുക്കളല്ലേ? ഇപ്പൊ നമ്മുടെ കയ്യിലൊക്കെ വല്ല പൊട്ടലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ ആ ഗ്ലൗസ് കറക്റ്റ് ഫിറ്റ് അല്ല, ഫിറ്റ് അല്ലാത്തത് കൊണ്ട് തന്നെ എന്താണ് അതിലേക്ക് അണുക്കള് അല്ലെ ഇൻഫെക്ഷൻ ആവാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. കറക്റ്റ് ഫിറ്റ് ആയിട്ടുള്ള ഗ്ലൗസ് വേണം ധരിക്കാൻ എന്ന് പറയുന്നത്. ഇനി എന്താ? ഏപ്രിൻസ്, ഗൗൺസ് ആർ സ്യൂട്ട്സ്. അതെന്തായിരിക്കാം? ഏപ്രിൻസ് അറിയാലോ. ഏപ്രിൻസ് എന്താ? നമ്മള് കിച്ചണിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഇടാറുണ്ടല്ലേ, ഇല്ലേ? ഡ്രസ്സിലൊക്കെ അഴുക്കാവാതിരിക്കാനായിട്ട്. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് ഏപ്രിൻസ് എന്ന് പറയുന്നത്. ഗൗൺസ് ആൻഡ് സ്യൂട്ട്സ് ഇതൊക്കെ എന്താണ്? വാട്ടർ റെസിസ്റ്റന്റ് മെറ്റീരിയൽസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് വേണം യൂസ് ചെയ്യാനായിട്ട്. ഗൗൺസ് ആയാലും അതുപോലെ തന്നെ ഏപ്രിൻസ് ആയാലും സ്യൂട്ട്സ് ആയാലും യൂസ് ചെയ്യുമ്പോൾ വാട്ടർ റെസിസ്റ്റൻസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് വേണം യൂസ് ചെയ്യാനായിട്ട്. ഇനി എന്താണ്? മാസ്ക്. വായിച്ചു നോക്കിയേ, മാസ്ക് വായിച്ചു നോക്കാട്ടോ. എന്താണ് മാസ്കിന്റെ പ്രത്യേകത?
എന്തൊക്കെയായിരിക്കാം മാസ്കിന്റെ പ്രത്യേകതകള്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാസ്ക് ഇൻക്ലൂഡ്സ് ആൻഡ് ഫേസ് ഷീറ്റ്സ് ഷുഡ് ബി worn along or in combination to give a protective barrier. അപ്പൊ എന്താണ്, ഏതൊക്കെയാണ് പ്രൊട്ടക്റ്റീവ് ബരിയർ ആയിട്ട് നമ്മൾ പറയുന്നത്? മാസ്ക് ഉണ്ട്, ഗൂഗിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണട, അതുപോലെ തന്നെ ഫേസ് ഷീൽഡ്സ് അല്ലെ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രൊട്ടക്റ്റീവ് ബരിയർ ആയിട്ട് പറയുന്നത്. ഇറ്റ് ഈസ് എ കമ്പൽസറി ഫോർ ദ പേഴ്സൺ ഹു വർക്ക് ഇൻ ദ ഇൻസിനറേറ്റർ ചേംബർ to put on a mask that covers both the nose and mouth if possible. A gas mask with the filters. ഇവിടെ പറയുന്നത് ഇൻസിനറേറ്റർ ചേംബേഴ്സിന് വർക്ക് ചെയ്യുന്ന ആളുകൾ അല്ലെ, ആ ഇൻസിനറേറ്റർ ചേംബറിനകത്ത് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകള് എന്ത് കവർ ചെയ്തിരിക്കണം? 2 കാര്യങ്ങളാണ് അല്ലെ. എന്താണ്? നോസും മൗത്തും കവർ ചെയ്യുന്ന രീതിയിലുള്ള ഗ്യാസ് മാസ്കുകളായിരിക്കണം ധരിക്കേണ്ടത്. ഓക്കെ, അപ്പൊ എന്താണ്, അവർക്ക് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് പറയുന്നത് അല്ലെ. ഇൻസിനറേറ്റർ ചേംബർ, ഇൻസിനറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? കത്തിക്കൽ അല്ലെ, വേസ്റ്റുകളെ കത്തിച്ച് ചാരമാക്കുന്ന ഒരു പ്രോസസ് ആണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനകത്ത് പല കാര്യങ്ങളും ഇൻഫെക്ഷൻ ഉണ്ടാവാം, നമുക്ക് ശരീരത്തിന് വളരെ ബുദ്ധിമുട്ട്, അതിന്റെ പൊക്ക പൊടി ഇതൊക്കെ കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ പറയുന്നതാണ് പ്രൊട്ടക്റ്റീവ് ബരിയർ ഉപയോഗിക്കണം. നോസും മൗത്തും കവർ ചെയ്യുന്ന രീതിയിലുള്ള ഗ്യാസ് മാസ്ക് ആയിരിക്കണം നമ്മൾ ധരിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഇനി ബൂട്ട്സ് വായിച്ചെടുക്കുക. പറയാൻ പറ്റുമോ? മെറി പറഞ്ഞു നോക്കിയേ. ഹലോ, പറഞ്ഞോ. ബൂട്ട്സ് നമ്മൾ ധരിക്കുമ്പോൾ കൂടുതൽ സ്കിന്നിന് സേഫ്റ്റി കൊടുക്കുന്ന തരത്തിലുള്ള ബൂട്ട്സ് വേണം ധരിക്കാൻ. അതായത് നമ്മള് ഹലോ പറഞ്ഞോ, കേൾക്കുന്നുണ്ട്. ലെഗ് കവർ ബൂട്ട്സ് ആണ് കൂടുതലും നമ്മുടെ കാലിന് സേഫ്റ്റി നൽകുന്നത്. അത് മുട്ടുവരെ കവർ ചെയ്യുന്ന രീതിയിലുള്ള ബൂട്ട്സ് വേണം ധരിക്കാനായിട്ട്. കാരണം വേസ്റ്റുമായിട്ട് സമ്പർക്കത്തിൽ വരാൻ നേരത്ത് കൂടുതൽ തെറിക്കുകയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ കാലിലേക്ക് വീഴാതിരിക്കാനുള്ള അതിനുള്ള നടപടികൾ എന്ന രീതിയിലാണ് മുട്ടുവരെയുള്ള ഷൂസ് നമ്മൾ ധരിക്കുന്നത്. അത് സ്കിന്നിന് കൂടുതൽ സേഫ്റ്റി നൽകുന്നുണ്ട്. പിന്നെ അത് കൂടാതെ റബ്ബർ സോൾഡ് ആയിട്ടുള്ള ഷൂസ് വേണം നമുക്ക് ധരിക്കാനായിട്ട്. അത് കൂടാതെ ഇത് തിന്നാത്ത രീതിയിലുള്ള ഷൂസ് വേണം കൂടുതൽ ഉപയോഗിക്കാൻ. പ്രത്യേകത മനസ്സിലായല്ലോ. ലെഗ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ. നമ്മളിപ്പോ വേസ്റ്റ് എടുക്കാൻ വരുന്ന ആളുകളൊക്കെ ഇപ്പൊ പബ്ലിക് പ്ലേസിൽ നിന്നൊക്കെ ഈ നഗരസഭയിൽ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ടായിട്ടില്ലേ അല്ലെ. എന്താണ് ഈ ഓട്ടോറിക്ഷയിലൊക്കെ കൊണ്ടുവന്നിട്ട് ഇത് വേസ്റ്റുകൾ ഇടുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? ഹരിതസേന അവരൊക്കെ. പക്ഷെ എന്താണ് അവര് ഇങ്ങനെ ലെഗ് കവർ ചെയ്യുന്നത് കാണാം അല്ലെ. ലെഗ് കവർ ചെയ്യുന്ന തരത്തിലുള്ള ബൂട്ട്സുകളാണ് അവര് ഇടുന്നത് അല്ലെ. എന്തുകൊണ്ടാണ്? അത് കാലിലൊക്കെ തെറിക്കാതിരിക്കാനും എന്തെങ്കിലും കുറുവൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ അത് റബ്ബർ കൊണ്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള ബുക്സ് ആയിരിക്കണം ധരിക്കേണ്ടത്. അതുപോലെ തന്നെ തെന്നിപ്പോവാത്ത രീതിയിലുള്ള അല്ലെ, നമ്മൾ നടക്കുമ്പോൾ ചിലപ്പോൾ തെന്നിപ്പോവാ അല്ലെ, അങ്ങനെ ആന്റി സ്കിഡ് ടൈപ്പ് അല്ലെ, തെന്നിപ്പോവാത്ത രീതിയിലുള്ള ബുക്സ് ആയിരിക്കണം ധരിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ട്രാൻസ്പോർട്ടേഷൻ, സ്റ്റോറേജില്
അല്ലെ വീൽ ബാരോസിന്റെ പ്രത്യേകതകള്, അതിന്റെ ഡോക്യുമെന്റ്സ്, ആ വേസ്റ്റ് കൂടെ കൊണ്ടുപോകുമ്പോൾ ഡോക്യുമെന്റ്സ് കൂടി അറ്റാച്ച് ചെയ്തിട്ട് വേണം കൊണ്ടുപോകാനായിട്ട്. അതിന്റെ പ്രത്യേകതകൾ കാര്യങ്ങൾ നമ്മളിവിടെ കണ്ടു. പിന്നെ പറയുന്നത് സേഫ്റ്റി ഡിവൈസസ് ആണ് അല്ലെ, പേഴ്സണൽ സേഫ്റ്റി ഡിവൈസസ്, ഗ്ലൗസ് കണ്ടു, ഏപ്രിൻ, കർവ് സ്യൂട്ട്, മാസ്കിന്റെ പ്രത്യേകതകള്, ബൂട്ട്സ് എങ്ങനെയുള്ളത് വേണം ധരിക്കാനായിട്ട്, അതൊക്കെയാണ് ഇവിടെ നമ്മൾ കണ്ടിരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വണ്ണാണ്, ഫോർത്ത് വണ്ണാണ് എന്താ, ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ. ഓരോ വേസ്റ്റുകളും നമ്മൾ ഡിസ്പോസൽ മെത്തേഡുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, ഇല്ലേ, ഓർക്കണ്ട? ഓക്കെ, അതെങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, അതിന്റെ പ്രത്യേകതകള്, ഇതൊക്കെയാണ് നമ്മൾ ഇനി ഇവിടെ നോക്കാൻ പോകുന്നത്. നമ്മള് നേരത്തെ ബോക്സിൽ നമ്മൾ കണ്ടതാണ്, അതൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കാം. The various disposal method now in use are the following. First one ആണ് ഇത് incineration technology. എന്താണ് incineration technology എന്ന് പറഞ്ഞാല്? എന്താണ്? പ്ലാസ്റ്റിക്സ് കളയുന്നത്, ചാരമാക്കുന്നത് അല്ലെ. ഓക്കെ, this is a high temperature thermal process that employs burning of the waste under controlled condition for changing them into inert material and gases. Incinerators can be either oil fired or powered by electricity or a combination. The advantage of this type, it can lessen the volume of solid waste to 30% of the original volume. Okay, ഞാൻ പറയുന്നത് ക്ലിയർ അല്ലേ? എനിക്ക് എന്താ ജലദോഷമൊക്കെ ഉണ്ട്, കോൾഡൊക്കെ ഉണ്ട്, അപ്പൊ അതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, ഇടയ്ക്ക് ചുമ വരും. ക്ലിയർ ആണ് അല്ലെ? ഓക്കെ, ഞാൻ സൗണ്ട് കുറച്ചാണ് പറയുന്നത്, സൗണ്ട് കൂട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ചുമ വരും, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇൻസിനറേഷൻ ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു എന്താണ്, ഫസ്റ്റ് ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്തേ. എന്താണ്? ഹൈ ടെമ്പറേച്ചർ അല്ലെ, ഹൈ ടെമ്പറേച്ചർ നമ്മൾ പുറത്ത് വിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ വേസ്റ്റുകളെ ആഷ് ഫോമിലോ അല്ലെങ്കിൽ ഗ്യാസ് ഫോമിലോ ആക്കി മാറ്റുന്ന ഒരു പ്രോസസ് ആണ് ഇത് ഇൻസിനറേഷൻ ടെക്നോളജി എന്ന് പറയുന്നത്. ഓക്കെ, ചാരമാക്കി വേസ്റ്റുകളെ ഹൈ ടെമ്പറേച്ചർ കൊടുത്തിട്ട് വേസ്റ്റുകളെ കത്തിച്ച് കളയുന്ന പ്രോസസ്സ്, അത് ഗ്യാസ് ഫോമിലോ അല്ലെങ്കിൽ എന്താണ് ചാരമാക്കി അല്ലെങ്കിൽ ആഷ് ഫോമിലോ ആക്കി മാറ്റുന്നതിനെയാണ് നമ്മൾ ഇൻസിനറേഷൻ ടെക്നോളജി എന്ന് പറയുന്നത്. അത് രണ്ട് രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ഒന്നെങ്കിലും ഓയിൽ ഫയർഡ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്താണ് ഇലക്ട്രിസിറ്റി കൊടുത്തുകൊണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ രണ്ടിന്റെയും കോമ്പിനേഷനിലും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ഈ ടെക്നോളജി യൂസ് ചെയ്യുന്നത്? വോളിയം അല്ലെ, എന്താണ്, ലെസൻ ദ വോളിയം ഓഫ് സോളിഡ് വേസ്റ്റ് ടു 30% ഓഫ് ഒറിജിനൽ വോളിയം. ഓക്കെ, ആ വേസ്റ്റുകള് നമ്മളെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെ, ആ വേസ്റ്റുകളുടെ വർദ്ധിച്ചു വരുന്നതിന് അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് 30% ഓഫ് അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഈ ടെക്നോളജി യൂസ് ചെയ്യുന്നത്. അപ്പോ ഇത്രമാത്രം മനസ്സിലാക്കി വെക്കാം, എന്താണ് ഹൈ ടെമ്പറേച്ചർ പുറത്ത് വിട്ട് വേസ്റ്റുകളെ കത്തിച്ചു കളയുന്ന പ്രോസസ് ആണ് ഇൻസിനറേഷൻ ടെക്നോളജി എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് അങ്ങനെ തന്നെയായിരിക്കും കേട്ടോ. ബാക്കി കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. അപ്പൊ അതിന് യൂസ് ചെയ്യുന്നത് ഓയിൽ ഫയർഡ് ഓയിൽ ഉപയോഗിക്കും, ഇലക്ട്രിസിറ്റി ഉപയോഗിക്കും, പിന്നെ രണ്ടിന്റെ കോമ്പിനേഷനും ഉപയോഗിക്കുന്നുണ്ട്. അത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇനി എന്താ ഓട്ടോക്ലേവിംഗ്, അതറിയാലോ, നമ്മള് CSST-ലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഓക്കെ, സ്റ്റീം സ്റ്റെറിലൈസേഷൻ അല്ലെ. ഓക്കെ, എന്താ, the process use steam at a high temperature അല്ലെ. എന്താണ്, ആവിയില് എന്താണ് അടുപ്പിൽ നശിപ്പിച്ച് കളയുന്ന പ്രോസസ് അല്ലെ, സ്റ്റീം സ്റ്റെറിലൈസേഷൻ വഴി എക്യുപ്മെന്റ്സുകൾ അല്ലെങ്കിൽ ആ വേസ്റ്റിൽ നിന്ന് അടുപ്പിലെ നശിപ്പിച്ച് കളയുന്നത്. ഓക്കെ, സ്റ്റീം സ്റ്റെറിലൈസേഷൻ വഴിയാണ് യൂസ് ചെയ്യുന്നത്. It has been suggested for microbiology and biotechnology waste, sharp waste, DP and solid waste. ഇത്തരത്തിലുള്ള വേസ്റ്റുകളൊക്കെയാണ് ഓട്ടോക്ലേവിംഗ് സ്റ്റീം സ്റ്റെറിലൈസേഷൻ വഴി നമ്മൾ യൂസ് ചെയ്തിട്ട് അണുക്കളെ നശിപ്പിച്ച് കളയുന്നത്. This technology offers certain categories of waste that is not detrimental, so that the treated residues can be landfilled.
ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ് ഓട്ടോക്ലേവിംഗ് എന്ന് പറഞ്ഞാല് സ്റ്റീം യൂസ് ചെയ്തുകൊണ്ട് സൂക്ഷ്മാണുക്കളെ നശിപ്പിക്കുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മുടെ ഓട്ടോക്ലേവിംഗ് എന്ന് പറയുന്നത്. അതിന്റെ ഫലമായിട്ട് വേസ്റ്റുകളെ സേഫ് ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. എത്തരത്തിലുള്ള വേസ്റ്റുകളെയാണ് ഇങ്ങനെ നമ്മൾ ഓട്ടോക്ലേവിംഗ് യൂസ് ചെയ്തുകൊണ്ട് നശിപ്പിച്ചു കളയുന്നത്? എന്തൊക്കെയാണ്? മൈക്രോബയോളജി, ബയോടെക്നോളജി, വേസ്റ്റുകള്, ഷാർപ്പ് വേസ്റ്റുകള്, ഡർട്ടി ആൻഡ് സോളിഡ് വേസ്റ്റുകള്. അത്രമാത്രം അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഓക്കെ, നെക്സ്റ്റ് ആണ് ഇത് മൈക്രോവേവ് ഇറാഡിയേഷൻ. The microwave is based on the principle of the generation of high frequency waves. Underline ചെയ്തേ, ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്യാം ട്ടോ. ഇതാണ് പഠിക്കേണ്ടത്. Microwave is based on principle of generation of high frequency waves. These waves cause the particles within the waste material to tremble, generating heat. This heat produced from within destroyed all pathogens. അപ്പൊ എന്താണ് മൈക്രോവേവ് ഇറാഡിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ ഫ്രീക്വൻസി വേവ്സുകളുടെ ഫലമായിട്ട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് സൂക്ഷ്മാണുക്കളെ നശിപ്പിച്ചു കളയുന്ന പ്രോസസ് ആണ് ഇത് മൈക്രോവേവ് ഇറാഡിയേഷൻ. ഹൈ ഫ്രീക്വൻസി വേവ്സുകളുടെ ഫലമായിട്ട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് സൂക്ഷ്മാണുക്കളെ നശിപ്പിച്ചു കളയുന്നു. ക്ലിയർ ആയോ? 3 കാര്യങ്ങളും നമ്മൾ പറഞ്ഞത് ഇൻസിനറേഷൻ ടെക്നോളജി, ഓട്ടോക്ലേവിംഗ് പറഞ്ഞു, മൈക്രോവേവ് ഇറാഡിയേഷൻ. ഓക്കെ, മൈക്രോവേവ് ഇറാഡിയേഷൻ എന്ന് പറഞ്ഞാല് ഹൈ ഫ്രീക്വൻസി വേവ്സുകളുടെ ഫലമായിട്ട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് സൂക്ഷ്മാണുക്കളെ നശിപ്പിച്ചു കളയുന്ന പ്രോസസ്സ്. ഇനി നെക്സ്റ്റ് ആണ് എന്ത്? കെമിക്കൽ മെത്തേഡ്. ഓക്കെ, കെമിക്കൽ മെത്തേഡ് ആണ് 1% ഓഫ് കെമിക്കൽ disinfection, 1% of hypochlorite solution can be used. അപ്പോ 1% of chemical infection, disinfection, 1% of hypochlorite solution യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ സൂക്ഷ്മാണുക്കളെ നശിപ്പിച്ചു കളയുന്ന പ്രോസസ് ആണ്. ഇത്രമാത്രം മനസ്സിലാക്കുക. കെമിക്കൽസ് യൂസ് ചെയ്തുകൊണ്ട് അണുക്കളെ നശിപ്പിച്ചു കളയുന്നു. ആ മെത്തേഡിനെയാണ് നമ്മൾ ഇതെന്ന് പറയുന്നത് കെമിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, കെമിക്കൽസ് യൂസ് ചെയ്തുകൊണ്ട് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ? ഇനി എന്താ നെക്സ്റ്റ് വന്നാണ്, നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ഒരു മെത്തേഡാണ് ഇത് പ്ലാസ്മ പൈറോളിസിസ്. ഓക്കെ, പ്ലാസ്മ പൈറോളിസിസ് അണ്ടർലൈൻ ചെയ്യാൻ പറയുന്ന ഭാഗങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. പ്ലാസ്മ പൈറോളിസിസ് ഈസ് ആൻ അൾട്രാ മോഡേൺ ടെക്നോളജി. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ച്. ഈ മെത്തേഡ് എന്ന് പറയുന്നത് അൾട്രാ മോഡേൺ ടെക്നോളജി ആണ് ഫോർ സേഫ് റിമൂവൽ ഓഫ് മെഡിക്കൽ വേസ്റ്റ്. ഓക്കെ, മെഡിക്കൽ വേസ്റ്റുകൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അൾട്രാ മോഡേൺ ടെക്നോളജി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് എഴുതണം? പ്ലാസ്മ പൈറോളിസിസ്. ഇനി എന്താ? ഇറ്റ് ഈസ് ആൻ എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ടെക്നോളജി. അതും കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഇറ്റ് ഈസ് ആൻ environmental friendly technology. അതുപോലെ തന്നെ അൾട്രാ മോഡേൺ ടെക്നോളജിയും കൂടിയാണ്. The plasma pyrolysis process is the terminal degradation of organic substances in the absence of air utilizing plasma energy. എന്താണ് പ്ലാസ്മ പൈറോളിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാസ്മ എനർജി യൂസ് ചെയ്തുകൊണ്ട് വേസ്റ്റുകളെ വിഘടിപ്പിച്ച് ഗ്യാസ് ഫോമിലോ സോളിഡ് ഫോമിലേക്കോ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു മെത്തേഡ്. അതിനെയാണ് നമ്മൾ പ്ലാസ്മ പൈറോളിസിസ് എന്ന് പറയുന്നത് കേട്ടോ. പ്ലാസ്മ പൈറോളിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്ലാസ്മ എനർജി യൂസ് ചെയ്തുകൊണ്ട് വേസ്റ്റുകളെ വിഘടിപ്പിച്ച് ഗ്യാസ് ഫോമിലേക്കോ സോളിഡ് ഫോമിലേക്കോ ട്രാൻസ്ഫർ ചെയ്യുന്ന മെത്തേഡ്. ക്ലിയർ ആണോ? അവിടെ എഴുതി വെക്കാട്ടോ. പ്ലാസ്മ എനർജി യൂസ് ചെയ്തുകൊണ്ട് വേസ്റ്റുകളെ വിഘടിപ്പിച്ച് ഗ്യാസ് ഫോമിലോ സോളിഡ് ഫോമിലോ ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഫോമിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന മെത്തേഡാണ് ഇത് പ്ലാസ്മ പൈറോളിസിസ് എന്ന് പറയുന്നത്. അൾട്രാ മോഡേൺ ടെക്നോളജിയാണ്, എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ടെക്നോളജി കൂടിയാണ്. അത് 3 കാര്യങ്ങളും കേട്ടോ. ആ 2 കാര്യങ്ങളും പിന്നെ ഞാൻ പറഞ്ഞ
എന്താണെന്നുള്ളത് മുമ്പിൽ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. ക്ലിയർ ആണോ? പ്ലാസ്മ പൈറോളിസിസ് പ്ലാസ്മ എനർജി യൂസ് ചെയ്തുകൊണ്ട് പേസ്റ്റുകളെ വിഘടിപ്പിച്ച് ഗ്യാസ് ഫോമിലേക്കോ സോളിഡ് ഫോമിലേക്കോ ട്രാൻസ്ഫർ ചെയ്യുന്നതിനുള്ള മെത്തേഡ്. മെത്തേഡാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ലാൻഡ് ഡിസ്പോസൽ. എന്താണ് ലാൻഡ് ഡിസ്പോസൽ എന്ന് പറഞ്ഞാല്? As the name indicated, land disposal includes two methods which are open dumping and sanitary landfill. അപ്പോ ലാൻഡ് ഡിസ്പോസൽ എന്ന് പറയുന്ന മെത്തേഡില് രണ്ട് മെത്തേഡുകൾ യൂസ് ചെയ്യുന്നുണ്ട് വേസ്റ്റുകൾ ഡംപ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഏതൊക്കെയാണ്? ഓപ്പൺ ഡംപിംഗ് ഉണ്ട്, സാനിറ്ററി ലാൻഡ്ഫിൽ ഉണ്ട് കേട്ടോ. അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഇനി ഓപ്പൺ ഡംപിംഗ് എന്താണെന്നാണ് പറയാൻ പോകുന്നത്. Open dumping is an unsecure method because the waste would then be discarded in any open space that may lead to pollution problem. എന്താണ് ഓപ്പൺ ഡംപിംഗ് എന്ന് പറഞ്ഞാല്? ഓപ്പൺ ഡംപിംഗ് എന്ന് പറഞ്ഞാൽ അൺസെക്യൂർഡ് മെത്തേഡ് ആണല്ലേ. അതെന്ത് ചെയ്യുന്നുണ്ട്? ഓപ്പൺ പ്ലേസിലാണ് വേസ്റ്റുകൾ ഡംപ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് പൊല്യൂഷൻസ്, അതുപോലെ തന്നെ ഇൻസെക്യൂർഡ് ആണ് അല്ലെ. സെക്യൂരിറ്റി ഒന്നും ഇല്ല നമുക്ക്, അല്ലെങ്കിൽ സെക്യൂർഡ് അല്ല, സേഫ് അല്ല അല്ലെ ആ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഓപ്പൺ ഡംപിംഗ് അൺസെക്യൂർ എന്ന് പറയുന്നത് അല്ലെ. സെക്യൂർ അല്ല. ഓക്കെ, ഓപ്പൺ സ്പേസിലാണ് വേസ്റ്റുകൾ ഡംപ് ചെയ്യുന്നത്. ഇനി എന്താണ് ഫോർ സാനിറ്ററി ലാൻഡ്ഫിൽ? സാനിറ്ററി ലാൻഡ്ഫിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? The secluded area is selected away from the population. The dumping is performed in the next layer wise and care is taken so that waste is not exposed to the atmosphere. അപ്പൊ എന്താണ് ഈ സാനിറ്ററി ലാൻഡ്ഫിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളൊഴിഞ്ഞ പ്ലേസ് അല്ലെ. സെക്യൂർഡ് എന്ന് പറഞ്ഞാല് ഒറ്റപ്പെട്ട ഒരു ഏരിയ നോക്കിയിട്ട് അവര് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഡിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കുഴികൾ അല്ലെ. കുഴികൾ ഉണ്ടാക്കി അതിൽ ലെയറുകളായിട്ട് വേസ്റ്റുകൾ ഡംപ് ചെയ്യുന്ന ഒരു പ്രോസസ്സ്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോ എന്താണ്? ഓപ്പൺ ഡംപിംഗ് ഉണ്ട്, അതുപോലെ തന്നെ സാനിറ്ററി ലാൻഡ്ഫിൽ ഉണ്ട്. ഓപ്പൺ ഡംപിംഗ് എന്ന് പറഞ്ഞാല് അൺസെക്യൂർ മെത്തേഡ് ആണ്. സാനിറ്ററി ലാൻഡ്ഫിൽ എന്ന് പറഞ്ഞാല് സെക്യൂർ ആയിട്ടുള്ള മെത്തേഡ് ആണ്. ഇനി ലാസ്റ്റ് വൺ ആണ് ഇനേർട്ടൈസേഷൻ. ഇനേർട്ടൈസേഷൻ എന്ന് പറഞ്ഞാൽ നോക്കിയേ, ഇനേർട്ടൈസേഷൻ ടു ബ്രിങ് ഡൗൺ ദ ടോക്സിറ്റി. ടോക്സിറ്റി എന്താ? ടോക്സിറ്റി ഓഫ് ദ വേസ്റ്റ് ആൻഡ് മിനിമൈസ് ദ ലൈക്ലി റിസ്ക്. ടോക്സിറ്റി എന്ന് പറഞ്ഞാൽ വിഷത്വം അല്ലെങ്കിൽ വിഷം എന്നൊക്കെ നമുക്ക് പറയാം കേട്ടോ. ഓക്കെ, it is mixed with the cement and other inert material. Around 30 to 40% of the cement is blended with the waste. This method is useful for treating pharmaceutical and for incineration ash having high metal content. ഇവിടെ പറയുന്നത് ആക്റ്റീവ് ആയിട്ടുള്ള ഇനർട്ടൈസേഷൻ എന്ന് പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്യുന്നത് എന്താണ്? എങ്ങനെയാണ്? ആക്റ്റീവ് ആയിട്ടുള്ള വേസ്റ്റുകളെ നോൺ ആക്റ്റീവ് ആക്കുന്ന അല്ലെങ്കിൽ നോൺ ആക്റ്റീവ് ആക്കുന്നതിന് വേണ്ടിയിട്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു മെത്തേഡാണ് ഇത് ഇനർട്ടൈസേഷൻ എന്ന് പറയുന്നത്. ആക്റ്റീവ് ആയിട്ടുള്ള വേസ്റ്റുകളെ നോൺ ആക്റ്റീവ് ആക്കുന്ന ഒരു പ്രോസസ് ആണ് ഇവിടെ നടക്കുന്നത്. അതായത് അതിന്റെ ടോക്സിറ്റി അല്ലെ, ആ വേസ്റ്റുകളുടെ ടോക്സിറ്റി, വിഷത്വം അല്ലെ, അത് റിഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വേസ്റ്റുകളോടൊപ്പം എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ പറഞ്ഞു സിമെന്റോ അല്ലെങ്കിൽ അതർ ഇനേർട്ട് മെറ്റീരിയൽ
സിമന്റ് ആവാം, അല്ലെങ്കിൽ ചുണ്ണാമ്പാകാം, കുമ്മായം, ഇതൊക്കെ നമ്മൾ മിക്സ് ചെയ്തുകൊണ്ട് നമ്മൾ കൂട്ടിക്കലർത്തി ഒരു ഏകദേശം ഒരു 30 അല്ലെങ്കിൽ 40% ആയിട്ട് ഇങ്ങനെയുള്ള സിമെന്റുകൾ അല്ലെങ്കിൽ അതർ ഇനേർട്ട് മെറ്റീരിയൽ കൂട്ടിക്കലർത്തിയിട്ട് നമ്മൾ വേസ്റ്റുകൾ ഡംപ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് എന്ത് ഇനർട്ടൈസേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അതിന്റെ വിശുദ്ധം കുറയ്ക്കാൻ വേണ്ടിയിട്ട് കൂട്ടിക്കലർത്തിയിട്ട് നമ്മൾ എന്താണ് ഡിസ്പോസൽ ചെയ്യുന്നത്. മനസ്സിലായോ? അതിന്റെ ആ ടോക്സിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ഇനേർട്ട് മെറ്റീരിയൽസ് നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്നത് കേട്ടോ, മിക്സ് ഒക്കെ ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഇനർട്ടൈസേഷൻ, ഫാർമസ്യൂട്ടിക്കൽസ് ആൻഡ് ഇൻസിനറേഷൻ ആഷ്, ഈ രണ്ട് വേസ്റ്റുകളിലും ആണ് എന്ത് ചെയ്യുന്നത്? ഇനർട്ടൈസേഷൻ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഇനർട്ടൈസേഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റിനും ഇൻസിനറേഷൻ ആഷിനും അതും കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വയ്ക്കാം. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ആ 7 പോയിന്റ് ഒന്ന് വായിച്ചു നോക്കിയേ, 7 മെത്തേഡ്സ് ഒന്ന് വായിച്ചു നോക്കിയേ. അയച്ചു കഴിഞ്ഞാൽ പറയണം കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഫൈനൽ ഡിസ്പോസൽ അല്ലേ. നമ്മുടെ വേസ്റ്റ് എന്താണ് ഈ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് പ്രോസസ്സിന്റെ ലാസ്റ്റ് സ്റ്റെപ്പ് ആണ് ഇത് ഫൈനൽ ഡിസ്പോസൽ കേട്ടോ. ഇതാണ് ദിസ് ഈസ് ദ ലാസ്റ്റ് സ്റ്റേജ് ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ് ഡിസ്പോസൽ. നമ്മൾ ഇത് ചെയ്യുന്നുണ്ട്, ഇതെല്ലാം ചെയ്തുകൊണ്ട് ഫൈനൽ ഡിസ്പോസലിന് വേസ്റ്റ് ചെയ്യാറുണ്ടോ, ഇത്തരം കാര്യങ്ങളാണ്. ഓക്കെ, അത്തരം കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനർട്ടൈസേഷൻ എന്തെങ്കിലും സംശയമുണ്ടോ? ക്ലിയർ ആയില്ലേ ഇനർട്ടൈസേഷൻ? ഇനി നെക്സ്റ്റ് നോക്കിയാലോ, ബെനിഫിറ്റ്സ് ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്. എന്തൊക്കെ ബെനിഫിറ്റ്സുകളാണ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ആ പ്രോസസ്സിംഗ് നമ്മൾ ചെയ്യുന്നതിലൂടെ
എന്തൊക്കെ ബെനിഫിറ്റുകൾ ഉണ്ടാകുന്നുണ്ട്? ക്ലീനർ ആൻഡ് ഹെൽത്തിയർ സറൗണ്ടിങ്സ് അല്ലെ, നല്ല രീതിയിൽ ക്ലീൻ ആവുകയും അതുപോലെ തന്നെ ഹെൽത്തി എൻവയോൺമെന്റ് നമുക്ക് സൃഷ്ടിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെ. പിന്നെ എന്താണ്? റിഡക്ഷൻ in the incidence of hospital acquired and general infections അല്ലെ. നമുക്ക് എന്താണ് ഹോസ്പിറ്റലിലായിട്ടും പൊതുജനങ്ങളിൽ വരുന്ന ജനറൽ ആയിട്ടുള്ള ഇൻഫെക്ഷൻസും കുറയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. റിഡക്ഷൻ ഇൻ ദ പ്രൈസ് ഓഫ് ഇൻഫെക്ഷൻ കൺട്രോൾ വിത്ത് ദ ഹോസ്പിറ്റൽ അല്ലെ. ഒരു ഹോസ്പിറ്റലിൽ വൃത്തിയൊന്നുമില്ല, അവിടെ ഇൻഫെക്ഷൻ ഒക്കെ പടർന്ന് പിടിക്കുകയാണെങ്കിൽ അത് നമുക്ക് ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ കോസ്റ്റ് ആകുന്നുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഈ വേസ്റ്റ് മാനേജ്മെന്റിലൂടെ നമുക്ക് എന്താണ് അങ്ങനെയുള്ള ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൈസ് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്, കോസ്റ്റ് കുറയുന്നുണ്ട്. പിന്നെ എന്താണ്? റിഡക്ഷൻ ഇൻ ദ പ്രോബബിലിറ്റി ഓഫ് ഡിസീസ് ആൻഡ് ഡെത്ത് ഡ്യൂ ടു റീയൂസ് ആൻഡ് റീപാക്കേജിംഗ് ഇൻഫെക്ഷൻസ് ആൻഡ് ഡിസ്പോസിബിൾസ്. ഇവിടെ പറയുന്നത് ഇപ്പോ ഒരു പേഷ്യന്റ് വന്നു, അവർക്ക് എന്ത് ചെയ്തു? ഇഞ്ചക്ഷൻ വെച്ചിട്ട് നേഴ്സ് എന്ത് ചെയ്തു? ആ ഇഞ്ചക്ഷൻ വെച്ച സിറിഞ്ച് അവിടെ തന്നെ ആ ടേബിളിൽ വെച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ വേറൊരു നേഴ്സ് വന്നിട്ട് ചില പേഷ്യന്റിന് എന്ത് ചെയ്യാം? വീണ്ടും ആ സിറിഞ്ച് ഉപയോഗിക്കാം അല്ലെ. അപ്പോ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെയുള്ള ഈ വേസ്റ്റ് മാനേജ്മെന്റിലൂടെ നമ്മള് ഓരോ യൂസ് ചെയ്ത സാധനങ്ങൾ അല്ലെങ്കിൽ യൂസ് ചെയ്ത പഞ്ഞിയോ സിറിഞ്ചോ എന്തെങ്കിലും ആയിക്കോട്ടെ അതൊക്കെ ഇങ്ങനെ പ്രോപ്പർ ആയിട്ട് നമ്മൾ ഡിസ്പോസൽ ചെയ്യുന്നതിലൂടെ എന്താണ് നമുക്ക് ആ ഡിസീസ് ഉണ്ടാകുന്നതിനുള്ള പ്രോബബിലിറ്റി കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് അല്ലെ, സാധ്യതകൾ കുറയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ എന്താ? ലോ ഇൻസിഡൻസ് ഓഫ് ഓക്യുപേഷണൽ ഹെൽത്ത് പ്രോബ്ലംസ്. അവിടെ വർക്ക് ചെയ്യുന്ന അല്ലെ, വർക്ക് ചെയ്യുന്നവർക്ക് ഇങ്ങനെയുള്ള ഹെൽത്ത് പ്രോബ്ലംസ് വരാം. അപ്പൊ അങ്ങനെയുള്ള പ്രോപ്പർ ആയിട്ടുള്ള വേസ്റ്റ് മാനേജ്മെന്റിലൂടെ ഇങ്ങനെയുള്ള ഓക്യുപേഷണൽ ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്കും ഇൻഫെക്ഷൻ കുറയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട്, ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. എന്താ? ഇംപ്രൂവ്ഡ് ഇമേജ് ഓഫ് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഇൻക്രീസ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ്. ഓക്കെ, എന്താണ്? ഇങ്ങനെ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള വേസ്റ്റ് മാനേജ്മെന്റിലൂടെ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷന്റെ അതായത് ഹോസ്പിറ്റലിന്റെ ഇമേജ് വർദ്ധിപ്പിക്കാനായിട്ടും അല്ലെങ്കിൽ ഇമേജ് ഉയർത്തിക്കൊണ്ടുവരാനായിട്ടും ക്വാളിറ്റി എല്ലാ ജനങ്ങളുടെയും അല്ലെ എന്താണ് ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻക്രീസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് ബെനിഫിറ്റ്സിൽ വരുന്നത്. അത് ചോദിക്കേ. ക്ലിയർ ആയോ? നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് ഇമേജ് എന്ന് പറയുന്നത് കേട്ടോ. ഷോർട്ട് ഫോം ആണ് ഇമേജ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിന്റെ എക്സ്പാൻഡ് ഫോം ഒക്കെ ചോദിക്കാറുണ്ട്. എന്താണ് ഇമേജ് എന്ന് പറഞ്ഞാല്? ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കോഴ്സ് എക്കോ ഫ്രണ്ട്ലി. അതിനെയാണ് അതിന്റെ ചുരുക്കരൂപം അല്ലെങ്കിൽ ഷോർട്ട് ഫോം ആണ് ഇമേജ് എന്ന് പറയുന്നത്. ഇമേജ് എന്ന് പറഞ്ഞാല് എന്താണ്? ഈ നമുക്ക് പേസ്റ്റുകൾ വരുന്നുണ്ട് അല്ലെ. ആ പേസ്റ്റുകള് നമുക്ക് ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ബയോമെഡിക്കൽ വേസ്റ്റ് ഡിസ്പോസൽ പ്ലാന്റ് എന്ന് നമുക്ക് ഇമേജിന് പറയാൻ പറ്റും. നമ്മളിപ്പോ ഹോസ്പിറ്റലായിക്കോട്ടെ അതുപോലെ തന്നെ എന്താണ് ക്ലിനിക്കുകള്, ഡെന്റൽ ക്ലിനിക്കുകൾ, അങ്ങനെ പലയിടത്തു നിന്നും പല വേസ്റ്റുകൾ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട വേസ്റ്റുകളുമായിട്ട് വേസ്റ്റുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പ്ലാന്റിൽ കൊണ്ടുപോയിട്ടാണ് നമ്മൾ ഡംപ് ചെയ്യുന്നത്. അപ്പൊ ആ ഡംപ് ചെയ്യുന്ന ആ പ്ലാന്റിന് പറയുന്ന പേരാണ് എന്ത്? ഇമേജ് എന്ന്. ക്ലിയർ ആയോ? കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലായോ? ഓക്കെ. ഹോസ്പിറ്റലുകളുടെ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഉണ്ടാവാം, ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഉണ്ടാവാം, ക്ലിനിക്കുകൾ ഉണ്ടാവാം, ഡെന്റൽ ക്ലിനിക്കുകൾ ഉണ്ടാവാം. അങ്ങനെ
പല ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ഹോസ്പിറ്റലുമായിട്ട് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഏരിയാസുമായിട്ട് ബന്ധപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഉയർന്നു വരുന്ന വേസ്റ്റുകള് നമ്മള് ഇമേജിൽ കൊണ്ടുപോയിട്ടാണ് ഡിസ്പോസൽ ചെയ്തത്. അതിനെ പറയുന്ന പേരാണ് ഇമേജ്. ഇമേജിൽ നമുക്ക് ചുരുക്കി ഒറ്റ വാക്കിൽ നമുക്ക് പറയുകയാണെങ്കിൽ എന്ത് പറയാൻ പറ്റും? ബയോമെഡിക്കൽ വേസ്റ്റ് ഡിസ്പോസൽ പ്ലാന്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ആണോ? ക്ലിയർ ആയോ കൺസെപ്റ്റ്? ഇനി നോക്കാം. ഇമേജ് അസോസിയേറ്റ് with all modern medicine healthcare establishment in both the private and the government like hospitals based on their bed strength, clinic based on number of rooms and facilities, labs based on diagnostics facilities, dental clinics based on number of dental chairs. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ വേസ്റ്റുകളൊക്കെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഹോസ്പിറ്റലും പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഉണ്ടാവാം, ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഉണ്ടാകാം. അതിൽ നിന്നൊക്കെ നമ്മൾ പല വേസ്റ്റുകളും ഇൻക്രീസ് ആകുന്നുണ്ട് അല്ലെ. ഇപ്പൊ ഓരോ ഹോസ്പിറ്റലിലെ കപ്പാസിറ്റി നമുക്ക് ബെഡ് സ്ട്രെങ്ത് വെച്ചിട്ട് നമുക്ക് ഹോസ്പിറ്റൽ ചെറുതാണോ വലുതാണോ എന്നുള്ളത്, ലാർജ് ആണോ അല്ലെങ്കിൽ സ്മോൾ സൈസ് ഓഫ് ഹോസ്പിറ്റൽ ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ക്ലിനിക് ആണെങ്കിൽ റൂം ആൻഡ് ഫെസിലിറ്റീസ് നമ്മൾ നമ്പർ ഓഫ് റൂംസ് ആൻഡ് ഫെസിലിറ്റീസ് നോക്കിയിട്ട് നമുക്ക് ക്ലിനിക്ക് ലാർജ് ആണോ സ്മോൾ ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ലാബുകളായിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ്? ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റീസ് നമ്മൾ നോക്കിക്കൊണ്ട് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി ഡെന്റൽ ക്ലിനിക് ആണെങ്കിൽ ബേസ്ഡ് ഓൺ എന്താണ്? നമ്പർ ഓഫ് ഡെന്റൽ ചെയേഴ്സ് നോക്കിയിട്ട് നമുക്ക് എന്താണ് അത് ചെറുതാണോ അല്ലെങ്കിൽ വലിയ രീതിയിലാണോ പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ ഇവയിൽ നിന്നൊക്കെ എന്ത് വരുന്നുണ്ട്? ഒരുപാട് ദിനംതോറും ഒരുപാട് വേസ്റ്റുകൾ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. ഇത്തരത്തിലുള്ള വേസ്റ്റുകളെ നമ്മൾ എവിടെ കൊണ്ടുപോയിട്ടാണ് ഡംപ് ചെയ്യുന്നത്? ഈ ബയോമെഡിക്കൽ വേസ്റ്റ് ഡിസ്പോസൽ പ്ലാന്റിൽ കൊണ്ടുപോയിട്ടാണ് അല്ലെങ്കിൽ ഇമേജിൽ കൊണ്ടുപോയിട്ടാണ് വേസ്റ്റുകളെ ഡംപ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്താ? നോമിനൽ നോൺ റിട്ടേണബിൾ ഫീ ഈസ് ഫീ ചാർജ്ഡ് അറ്റ് ദ ടൈം ഓഫ് അപ്ലിക്കേഷൻ. എന്താണ് അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാല്? ഇതായിരിക്കാം മീനിങ്. അപ്ലിക്കേഷൻ അംഗീകാരം അല്ലെങ്കിൽ ഒരു എഗ്രിമെന്റ് എന്ന് പറയാൻ പറ്റും അല്ലെ. ഇപ്പോ ഇന്നൊരു ഹോസ്പിറ്റലിൽ ബിൽഡപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നാളെ കൊണ്ടുപോയിട്ട് നമുക്ക് ഇമേജിൽ കൊണ്ടുപോയിട്ട് വേസ്റ്റുകൾ ഡംപ് ചെയ്യാൻ പറ്റുമോ? ഇന്നൊരു ഹോസ്പിറ്റലിൽ നമ്മള് ഇല്ല. കാരണം എന്താണ്? അവരുമായിട്ടൊരു എഗ്രിമെന്റ് വെക്കണം അല്ലെ. എഗ്രിമെന്റ്, ഒരു റിലേഷൻഷിപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ കൊണ്ടുപോയിട്ട് ഡംപ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. ഇന്നൊരു ഹോസ്പിറ്റൽ തുടങ്ങി നാളെ അതിൽ നിന്ന് ഇൻക്രീസ് ആവുന്ന ആ വേസ്റ്റുകൾ നമുക്ക് അവിടെ കൊണ്ടുപോയിട്ട് ഡംപ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? ഇമേജും ആ ഹോസ്പിറ്റലും തമ്മിലൊരു റിലേഷൻഷിപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം അതിൽ കൊണ്ടുപോയിട്ട് ഡംപ് ചെയ്യാനായിട്ട്. ഏതൊരു ഇത് തുടങ്ങിയിട്ടുണ്ടെങ്കിലും റിലേഷൻഷിപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ അവരുമായിട്ടൊരു എഗ്രിമെന്റ് വെക്കേണ്ടത് അത്യാവശ്യമാണ്. On operating expenses being met by charging a nominal monthly fee as operational cost declared for the category HCI healthcare institutions. ഇപ്പോ വേസ്റ്റുകൾ ഡംപ് ചെയ്ത് അത് ഡിസ്പോസൽ ചെയ്യുമ്പോൾ ഈ ഇമേജില് എന്താണ്? കുറെ അധികം ഓപ്പറേഷണൽ കോസ്റ്റ് വരുന്നുണ്ട്, എക്സ്പെൻസസ് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ വേസ്റ്റുകൾ ഡംപ് ചെയ്യുന്ന ഓരോ ഹോസ്പിറ്റലുകളും ഇത്ര ഫീ അല്ലെ, ഒരു മന്ത്ലി ഒരു ഫീ അവിടേക്ക് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം എന്താ? നമ്മുടെ വേസ്റ്റുകളാണ് അവിടെ കൊണ്ടുപോയിട്ട് ഡംപ് ചെയ്യുന്നത്. വെറുതെ നമുക്ക് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അവർക്ക് ആ വേസ്റ്റുകൾ ഡംപ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ കുറെ അധികം അത് ഡിസ്പോസൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും കുറെ അധികം ഓപ്പറേഷണൽ അല്ലെങ്കിൽ എക്സ്പെൻസസ് വരുന്നുണ്ട്. കുറെ അധികം ഓപ്പറേഷണൽ കോസ്റ്റ് വരുന്നുണ്ട്. ഓക്കെ, ഓപ്പറേഷണൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാം? നമ്മുടെ വേസ്റ്റുകൾ കൊടുക്കുമ്പോൾ അതിൽ കൂടെ മന്ത്ലി എന്ത് കൊടുക്കണം? ഫീ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇത്രയും മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ, ഇനി എന്താ? ഇമേജ് വാസ് സ്റ്റാർട്ടഡ് അറ്റ് പാലക്കാട്. ചോദിക്കാറുണ്ട്, അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഇമേജ് was started at Palakkad and it was commissioned on, അതും കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ച്, കമ്മീഷൻ ചെയ്തത്
14th December 2003 Image plant was been working successfully from January 2004. അപ്പോൾ ഇമേജിന്റെ വർക്കിംഗ് സക്സസ്ഫുൾ ആയത് എന്ന് തുടങ്ങിയാണ് ജനുവരി 2004 തുടങ്ങിയാണ്. അതും കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ച് ചോദിക്കാറുണ്ട്. പാലക്കാട്, അതുപോലെ 14th December 2003, ജനുവരി 2004 എന്നുള്ളത് 3 കാര്യങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ ഇമേജിന്റെ ഫുൾ ഫോം ചോദിക്കാറുണ്ട്, അതും കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. And has been providing commendable services to the state since its formation in nature, thereby guarantee scientific removal of infectious waste generated from health care institution across Kerala within 48 hours. A line with the provision laid down the biomedical waste management rules 2016 released by the Ministry of Environment and Forest, Government of India. അപ്പൊ അതിൽ പറയുന്നത്, ആ പാരഗ്രാഫിൽ പറയുന്നത് ഇമേജ് ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിനെ കുറിച്ചുള്ള ഗ്യാരണ്ടിയാണ് ഇൻഫെക്ഷസ് ആയിട്ടുള്ള വേസ്റ്റുകളെ എല്ലാം സേഫ് ആയിട്ട് റിമൂവ് ചെയ്യാമെന്ന് ഇമേജ് ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? ഗ്യാരണ്ടി തരുന്നത് എന്താണ്? ഇൻഫെക്ഷസ് ആയിട്ടുള്ള വേസ്റ്റുകളെ എല്ലാം സേഫ് ആയിട്ട് റിമൂവ് ചെയ്യാമെന്ന് ഇമേജ് ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഇമേജുമായിട്ട് ബന്ധപ്പെട്ട ഭേദഗതി വരുത്തിയിരിക്കുന്നത് 2014 ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂള് വന്നിരിക്കുന്നത് നമ്മൾ വായിച്ചു. എന്തായിരുന്നു? ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂള് നമ്മൾ എവിടെയാ കണ്ടത്? ഓർക്കുന്നുണ്ടോ? അല്ല, ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂള് 1998 പക്ഷെ ഇവിടെ പറയുമ്പോൾ ചിലവർക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടാവും. അതാണ് ഞാൻ കാണിച്ചു തന്നത്. ഇവിടെ പറയുന്നത് എന്താണ്? ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റുമായിട്ട് ഇമേജുമായിട്ട് ബന്ധപ്പെട്ട ഭേദഗതി കൊണ്ടുവന്നത് 2016 കേട്ടോ. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂള് വന്നത് 1998. ഇവിടെ 2016 വന്നത് ചിലവർക്ക് ഡൗട്ട് ഉണ്ടാവാം. അതുകൊണ്ടാണ് പറഞ്ഞത് ഇമേജുമായിട്ട് ബന്ധപ്പെട്ട് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂളില് ഭേദഗതി വരുത്തിയത് എന്താണ്, എപ്പോഴാണ്? 2016. അതൊന്ന് ഓർത്ത് വെക്കാം കേട്ടോ. ഓക്കെ, ഇത്ര വരെ എടുക്കാം. നെക്സ്റ്റ് പാരഗ്രാഫ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഇത്ര വരെ ഓക്കെ അല്ലേ? കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കാം കേട്ടോ. 4 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇമേജ് എന്താണെന്നുള്ളത് ഓർത്ത് വെക്കണം. അതുപോലെ പാലക്കാട് 14th December 2003, അതുപോലെ തന്നെ ജനുവരി 2004 ആ റൂളും കൂടി ഒന്ന് ഓർത്ത് വെക്കാം. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂള് വന്നത് 1998 ഇമേജുമായിട്ട് ഭേദഗതി വരുത്തിയിരിക്കുന്നത് കേട്ടോ. അത് 2014. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ ഇത്രയും ഭാഗങ്ങള്? ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു.